രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നോൺ വെജ് ഭക്ഷണത്തിന്റെ വീഡിയോ ഇട്ടത് വിശ്വാസികളെ അപമാനിക്കാനാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നവരാത്രിയുടെ സമയത്ത് നോൺ വെജ് കഴിക്കുന്ന വീഡിയോ എന്ത് മാനസികാവസ്ഥയോടെയാണ് ഇവർ നൽകുന്നതെന്നും നരേന്ദ്രമോദി ചോദിച്ചു. ഇത് ആരെ സന്തോഷിപ്പിക്കാനാണ്? മുഗൾ മനോഭാവത്തോടെയാണ് ഇത്തരം വീഡിയോകൾ നൽകുന്നതെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. ഹിന്ദുക്കൾ ഉപവാസം അനുഷ്ഠിക്കുന്ന സമയങ്ങളിൽ വീഡിയോ ഇട്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉദ്ധംപൂരിലെ റാലിയിൽ നരേന്ദ്രമോദി ഹിന്ദു വികാരം ഉയർത്താൻ ശ്രമിച്ചത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരാനും പ്രധാനമന്ത്രി ശ്രമം തുടങ്ങി. BJPക്ക് അനുകൂലമായ അന്തരീക്ഷത്തിൽ മാറ്റമുണ്ടെന്ന് ചില സർവേകൾ ചൂണ്ടിക്കാട്ടുന്നതിനിടെയാണ് ഹിന്ദുത്വ വിഷയങ്ങളിലേക്ക് നരേന്ദ്രമോദി ശ്രദ്ധ മാറ്റുന്നത്. ലാലു പ്രസാദിന്റെ വീട്ടിലെത്തിയപ്പോൾ മട്ടൻ തയ്യാറാക്കുന്ന വീഡിയോ രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്തിരുന്നു. ഹിന്ദുക്കൾ ഉപവാസം അനുഷ്ഠിക്കുന്ന ശ്രാവൺ മാസത്തിലാണ് ഈ വീഡിയോ ഇട്ടതെന്ന് മോദി ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിലെ റാലിയിൽ കുറ്റപ്പെടുത്തി. തേജസ്വി യാദവ് മീൻ കഴിക്കുന്ന വീഡിയോ പുറത്തു വന്നത് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി നവരാത്രി സമയത്ത് ഈ വീഡിയോ നൽകിയത് വിശ്വാസികളെ വ്രണപ്പെടുത്താനാണെന്നും പറയുകയുണ്ടായി. എന്താഹാരം കഴിക്കുന്നു എന്നത് ഓരോരുത്തരുടെയും അവകാശമാണെന്നും എന്നാൽ ചിലർ ഇത്തരം വീഡിയോകൾ നൽകുന്നത് ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാനാണെന്നും നരേന്ദ്രമോദി ആരോപിച്ചു. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നതിനെതിരെയും നരേന്ദ്രമോദി ആഞ്ഞടിച്ചു. കഴിഞ്ഞ 70 കൊല്ലവും കോൺഗ്രസ് ക്ഷേത്ര നിർമ്മാണം തടസ്സപ്പെടുത്തിയെന്നും മോദി ആരോപിച്ചു. ഹിന്ദുത്വ വിഷയങ്ങളെക്കാൾ ജനങ്ങൾ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ചർച്ച ചെയ്ത് തുടങ്ങിയെന്ന സർവേ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് BJPയുടെ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരാനും രാഹുലിനെ ഹിന്ദുവിരുദ്ധനായി ചിത്രീകരിക്കാനും നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. ഇതിനിടെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണ വിഷയമാക്കി. കോൺഗ്രസ് അധികാരം കൊണ്ട് ജമ്മു കാശ്മീരിൽ 370 എന്ന മതിൽ തീർത്തെന്നും ആ മതിൽ താൻ തകർത്തെന്നും മോദി ഉദ്ധംപൂരിലെ റാലിയിൽ പറഞ്ഞു. ജനങ്ങൾ ഇപ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തിലാണ്. കോൺഗ്രസോ പ്രതിപക്ഷ പാർട്ടികളോ സംസ്ഥാനത്ത് ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണമെന്ന് പറയാൻ താൻ വെല്ലുവിളിക്കുമെന്നും മോദി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ജമ്മു കാശ്മീരിന് വൈകാതെ സംസ്ഥാന പദവി ലഭിക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു.